ഇതില്ലേ നിങ്ങൾക്ക് ക്ഷീണിച്ചാ മണവാട്ടി ക്ഷീണിച്ചട്ടാ മണി ഇപ്പൊ 2:30 മണിയായി രാത്രി. ഹലോ മച്ചാമാരെ, നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നീട്ടാതെ ആദ്യം തന്നെ പറയാം, നമ്മുടെ ഒരു പുതിയ ആൽബം ഷൂട്ടിംഗ് ആണ്, ഒരു വർക്കിന്റെ ഷൂട്ടിംഗ് ആണ്. അപ്പോ ഞാൻ ഏകദേശം 2-2.5 വർഷത്തിന് ശേഷമാണ് ഇപ്പൊ വീണ്ടും ഒരു ആൽബം ഷൂട്ടിങ്ങിന് പോകുന്നത്. എന്റെ വണ്ടി ഞാൻ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ക്യാമറാമാൻ റിഫായി എന്റെ അത്യാവശ്യം വർക്കുകളിൽ കഴിഞ്ഞ ബ്ലോഗിൽ കണ്ടിട്ടുണ്ടാവും, അത്യാവശ്യം വർക്കിൽ ക്യാമറ ചെയ്യുന്ന മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹമാണ് ഈ വർക്കിന്റെയും ക്യാമറ ചെയ്യുന്നത്. അലിമാങ്ങാട് എന്ന് പറയുന്ന പണ്ട് മുതൽ ആൽബം മീഡിയയിലുള്ള, ഞാൻ ആദ്യമായിട്ട് ആൽബത്തിൽ വരാൻ കാരണക്കാരനായ അലിമാങ്ങാടാണ് ഇതിന്റെ സംവിധായകന്. ബാക്കി ക്രൂ ഒക്കെ സെറ്റാക്കി എടുത്തേക്കുന്നത്. അപ്പൊ ഞങ്ങളിപ്പോ ആദ്യമായിട്ട് ലൊക്കേഷനിലേക്ക് പോകുന്ന, ലൊക്കേഷന് മുമ്പ് കോസ്റ്റ്യൂംസ് എടുക്കാൻ എന്തോ എനിക്ക് തോന്നുന്നു കാസർഗോഡ് ഇവിടെ എവിടെയോ ഷോപ്പിൽ പോകാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതിന് വേണ്ട കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് നമുക്ക് ലൊക്കേഷനിൽ പോയി ലൊക്കേഷനിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഒന്ന് അർമ്മതിച്ചിട്ട് വരാം. നമ്മുടെ ഷൂട്ടൊക്കെ എങ്ങനെയാണ് നടക്കാറുള്ളത് എന്നൊക്കെ നോക്കാം. ഇതിപ്പോ എന്റെ സെറ്റ്, അഭിനയിക്കുന്ന സെറ്റ് മാത്രമാണ്, ഞാൻ ഡയറക്ഷൻ ചെയ്യുന്നവർക്കല്ല. പക്ഷെ അടിപൊളി ആയിരിക്കും, ഒന്ന് നോക്കാം. അതിന് എന്ത് ചന്ത അലിച്ച ഞങ്ങളെ ഡയറക്ടർ മമ്മൂട്ടിയല്ലേ? ഇത് പാൻ യു കെയിലാണുള്ളത്. മണവാളം ചമ്മഞ്ഞോണ്ടിരിക്കുകയാണ്. ക്യാമറ ഉണ്ടല്ല അലിച്ചോട്ടെ വെച്ചോളെ അല്ലെ, ലാസ്റ്റ് ആവശ്യത്തിന് പാൻ യു കെയിലേക്ക് എത്താലോ. നമുക്കൊന്നും നോക്കാൻ ഈടൊക്കെ തല കെട്ടേണ്ട ആവശ്യം വരുന്നില്ല. മുത്തേ നിങ്ങളല്ലെങ്കിൽ ലുക്ക് തന്നെ അലിച്ച, അതിന് താടിയല്ലോ. വണ്ടി വിടുക ബംഗാളി സംബന്ധം അറിയോ? ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഒന്നും ഇല്ല, എല്ലാം നീ തന്നെ കോസ്റ്റ്യൂമും ആർട്ടും. അപ്പൊ എന്നെ ഇന്ന് മണവാളിനാക്കാൻ പോവാണ് നമ്മുടെ ടീം. എന്നിട്ട് ഒരു ശരവാണി, ഒരു സർവാണി അല്ലേ എന്താട്ടോ, ഒരു ശരവണ എടുത്തിട്ട് തന്ന് അതിലെല്ലാം ഉണ്ടല്ലോ മാലയും തൂലയൊക്കെ. പിന്നെ അപ്പൊ എന്നെ മണവാളിന കോസ്റ്റ്യൂം സെറ്റായി. ഇനി ലൊക്കേഷനിലേക്ക് എവിടെയോ എന്തോ കടാപ്പുറത്തുനിന്ന് തുലാഭാരം നടത്തണമെന്ന് പറഞ്ഞായിരുന്നു. നോക്കാം നമുക്ക് പോയിട്ട്. ഞാനോട് പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്നില്ല. മനസ്സിലായി. നീ ഒരു അത് ആകെ ഓള സ്ലോ മോലുള്ള അറബിക്ക് നല്ല ഒരു ശരി പറയ്. ഈ ഡയറക്ടർ ഉണ്ടല്ലോ, ഡയറക്ടർ വരുന്നില്ല, അതാ നമ്മ പോയിട്ട് ഷൂട്ടാക്കണല്ല. ഇതാ ഷൂട്ടാക്കേണ്ടത്. എന്റെ ഡയറക്ടർ, എനിക്കറിഞ്ഞൂടെ ഈ ഡയറക്ടറിന്റെ അവസ്ഥ എന്ത്. താടി പിന്നെ കറുപ്പിക്കാം. എന്റെ ഇയാള് അല്ലോ കാര്യാക്കാം. പോയി ഷൂട്ടും വേണ്ട, ഒന്നും വേണ്ട. എന്റെ പൊന്ന് ഗൈസ്, ഞങ്ങള് ഡയറക്ടർ ആകെ ടെൻഷനിലാണ്. നോമ്പറക്കുന്ന സെറ്റപ്പ് ആക്കണോ അതിന്റെ ഇടയിലല്ലേ. അപ്പൊ ഞങ്ങള് കടപ്പുറത്ത് പോയിട്ട് 2 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാടാല. അതിന് ഞാൻ വരുന്നില്ല എന്ന് പറയുന്നത്. രാത്രി കുറെ പണിയെടുക്കാനുണ്ടല്ലോ. ഞാനാണെങ്കിൽ ഷേവ് ചെയ്തിട്ട് പോലില്ല. ഈ മനുഷ്യൻ രാത്രിക്ക് വിളിച്ചിട്ട് ഷൂട്ട് പറഞ്ഞിട്ട് രാവിലെ തുടങ്ങി ഡ്രസ്സ് വേണം അത് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു സമയം തന്നിട്ടില്ല. നോക്കിയാ എടുത്തു. പിന്നല്ല, നമ്മള് വർക്കിന്റെ പേരെന്ത്? ഷാദി കിറാത്താ? ഷാദി കി രാത്ത്. ആ ഞാൻ രാത്രി. ഷാദി കിറാത്ത് എന്ന് പറയുമ്പോ ഖുറാനല്ലേ? മംഗളത്തിന്റെ രാത്രി. നീ ലുക്കല്ലേ? കടപ്പുറത്തെത്തി. ഹോട്ടൽ ഇതാട്ടാ നായിക റിഫായി, നീ ആദ്യം 2 പിക്ക് എടുത്തിട്ട് വരും കേട്ടാ. നമുക്ക് പേര് പോസ്റ്ററിലൊക്കെ ഉള്ള
അന്തായി ഹസ്ബൻഡ് അന്തായി പറയും പോലെ കണ്ടം പ്രദേശത്തില് സൈഡ് മുന്നത്തെ ഇപ്പൊ എനിക്ക് ഞാൻ രണ്ടാളും കൂടെ തല്ലാക്കുന്ന വേറെ നമുക്ക് എടുക്കാം. ഇതുപോലൊരു ക്യാമറമാന് ഒരു ഗിംബൽ വെക്കാൻ എന്റെ സമയം പൊന്നെ. ഓക്കെ, നടക്കോ ഇത്ര ലേറ്റ്? ഇതാ ഓൻ പറയുന്ന 4 റൗണ്ട് നടക്കണല്ല. നീ റോളിങ് പറഞ്ഞേ. ആക്ഷൻ. ഉണ്ടോ? അങ്ങനെ ബീച്ചിലത്തെ ഷോട്ട് കഴിഞ്ഞ് ഞങ്ങക്ക് ഫോട്ടോ നീ തരുമല്ലേടാ? തരാന്ന് പറയാ നല്ലാവ ഫോട്ടോ കേട്ടെ. ആ ക്യാമറമാന്റെ ഒരു കുറവയിൽ കാണുന്നുണ്ട്, മനസ്സിലാണോ? ക്യാമറമാന്റെ ഒരു ഓഞ്ഞ മുക്ക് വന്നിട്ട് സംഭവം ക്യാമറ എടുക്കാനും കൂടി അറിയണോടോ. ഇത് ക്യാമറ അറിയാത്തൊരുത്തര് ഫോട്ടോ എടുക്കുന്നല്ലോ. എന്ത് ഷായിന്റെ ഫോട്ടോ എന്തോ. നമുക്ക് നോമ്പറക്കുള്ള സമയമായിട്ടാ. നോമ്പറക്ക അലിച്ചാൻ തന്നെ കടയിൽ വന്നിട്ടുണ്ട്. ഓയ് ഹായ്, ഓർമ്മണ്ടാ? ഞാൻ എന്റെ ഫാദറായിട്ട് അഭിനയിച്ചത് കെട്ടിയോള്. വലുതായി. ഈ കുഞ്ഞിനെ കണ്ടിനാ? കെട്ടിയോൾ ആൽബത്തിലുണ്ട് ക്ലൈമാക്സില്. ഓ നീ എന്ത് നോക്കിയിരിക്കുന്ന സ്പായ? അത് നീ ഉദ്ദേശിക്കുന്ന സ്പായ അല്ല. എഡിറ്റിങ്ങാ? ഐറ്റം ആക്കാനാ നീ ഇന്ന് അലിച്ച ഇവിടെ നോമ്പറക്കാനാക്കിയിട്ടുണ്ട്. എന്താക്കുന്ന അല്ല നമ്മക്ക് നമ്മളങ്ങനെ ഒരു ലൊക്കേഷനിലേക്ക് വന്നിന്. ഞാൻ പിന്നെ എനിക്ക് സെൽഫ് മേക്കപ്പ് ആട്ടെ ഞാൻ കൂടുതൽ ചെയ്യല്. അത് തന്നെയാണ് ഇഷ്ടവും. പിന്നെ ഈ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ആ മേക്കപ്പ് കുറച്ചുകൂടി ക്ലാരിറ്റിയിലായിരിക്കണം. കാരണം ഇതിന് ഞാൻ ബ്രഷൊന്നും എടുത്തിട്ടില്ല, അത് വേറെ കാര്യം. എന്നാലും കുറച്ചുകൂടി അത് എടുത്ത് കാണണമെന്നാണ് ഞങ്ങളെ ക്യാമറമാൻമാർ പറയാറ്. ഓക്കെ, റോളിംഗ് ആക്ഷൻ. റോളിംഗ് ആക്ഷൻ. ഒരു ഷെയർ ഒരു ചെയർ കിട്ടിയിരുന്നെങ്കിൽ പേര് ഐഷു. ഐഷു അത് അനക്കറിയാം. അവന്റെ ഐഡന്റിഫൈ നോക്കിക്കോ, ബ്ലോക്ക് ഇട്ടോ. ഇത് മതിയില്ലേ?
Ready? Ready, rolling, action. Okay. എല്ലാം ഇതന്നെ ഇതേ സംഭവം നേരത്തെ ചെയ്താണ് അതേപോലെ ജസ്റ്റ് അല്ല ഇത് ഒരു പരിപാടി പീസ് തരാനുണ്ട്. സ്റ്റോറി ഇപ്പൊ പുതിയ ഉപ്പ എന്താക്കണ്ടത് പുതിയ ഉപ്പായിട്ട് പോകാനല്ലേ വേഷം ഇട്ടിട്ട് ഇപ്പൊ മണവാട്ടിനെ ജസ്റ്റ് സാധനം എന്ത് കേട്ടോ പുതിയ പണ്ട് ഉപ്പന്തി ഇത്ര ചെറുപ്പക്കാരൻ ആ പുത്തരി പൊടിച്ചു തരാൻ ആള് വേണോ ഇങ്ങനെ ജസ്റ്റ് മുഖം നോക്കിക്കൊണ്ട് ഞാനില്ലേ ഇങ്ങനെ കൂടാ ഒരാളൊന്ന് വരുമ്പോഴേക്കില്ലേ ഞാൻ റിഹേഴ്സൽ ഞാൻ ഇങ്ങനെ പോയിട്ട് ഓക്കെ റെഡി നിസാർ ശരിയാ ആൽബം ആർട്ടിസ്റ്റ് ഒരു മിനിറ്റ് അസ്സലാമലൈക്കും ഇതാര് ലൈറ്റ് ഒന്നും ഉണ്ടാക്കി ഈ കോസ്റ്റ്യൂമിൽ നിക്കാവും കഴിഞ്ഞ് ചോറും കൊടുത്തു മലാമത്ത് നോമ്പറിഞ്ഞിട്ട് തിന്നിട്ട് അറിയോ എടാ നിങ്ങ വന്നിട്ടാകുമ്പോ കറണ്ട് ഇല്ല ഇപ്പൊ കറണ്ട് വന്നാണ്ടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചോദിക്കും അപ്പൊ ആ ഷാവുലിനെ ഓൾറെഡി മംഗലഞ്ഞാണ് 4-5 കിടാക്കും അല്ലാതെ പിന്നെ വലിക്ക് തെറ്റും തെറ്റുന്ന ആളല്ലേ നാറികളാ സുന്നത്ത് മംഗലെടുത്ത ഓന് വർക്ക് കൊടുത്തത് ഞാന് അറിഞ്ഞ ആൽബം കൊടുത്ത കട്ടാക്കുന്നില്ല പോയി പാടി നോക്ക് നിന്റെ എല്ലാം തോന്നി വാസം എന്റെ മീഡിയയിൽ ഞാൻ പുറത്തോണ്ടിരും ഇയാള് വെള്ളം പോലും തരുന്നില്ല നോമ്പ് പറഞ്ഞിട്ട് ഇത് വേണ്ട ഓറന്നെ ആടിപ്പാടിട്ട് വരട്ടെ വരട്ടെ റെഡിയല്ലേ മാക്സിമം നിങ്ങൾ സ്ലോ ആക്കിറാ ഓനെ 2 കൈ മുട്ടിട്ട് നമ്മ ബെന്ത് వచ్చారా ఇంకా వచ్చా അതുപോലെ ഏത് പോസ്റ്റിൽ നീ എന്ത് അല്ല ഇതെല്ലാം ഈ ഫോർമാറ്റ് കുഴപ്പമില്ല കുത്തൊക്കെ എടുക്കേണ്ടി വരും ഇതില്ലേ നിനക്ക് ക്ഷീണിച്ചാ മണവാട്ടി ക്ഷീണിച്ചട്ടാ മണി ഇപ്പൊ 2:30 മണിയായി രാത്രി മണി 2:30 ക്ഷീണിച്ചു ഇതാണ് നമ്മളെ എന്റെ വാപ്പയാ ഓളെ വാപ്പയാ ആരുത്തോ ഒരു വാപ്പ നിങ്ങള് മോളെ അഭിനയിച്ച ബ്ലഡ് ഓ പോലീസ് യെസ് ഓക്കെ ഇപ്പൊ പാട്ട് കോപ്പറേറ്റ് ഇടും വർക്ക് ഓക്കെ അല്ലേ അടിപൊളിയല്ലേ ഹിറ്റാവല്ലേ ഈ പാട്ട് ഓഫ് ആക്കുന്ന കോപ്പറേറ്റ് അടിക്കണല്ല കോപ്പറേറ്റ് അടിക്കാം പാട്ട് വന്നാല് ഇപ്പൊ ഇത് ഇന്നൊന്നും പാട്ട് വെക്കണം ലാസ്റ്റ് ഈ സാധനം എല്ലാവരും ഒരുമിച്ച് പാടണോ ഞാൻ നോക്കിയോ സമയം ഇങ്ങനെ ഏറെ വൈത് ഷൂട്ട് കാര്യങ്ങള് ഇവരെല്ലാം അറിയല്ലേ
പിന്നെ മണവാട്ടി മണവാള ചെയ്തിട്ടല്ലോ ഓപ്പറേറ്റർ. അല്ലാന്ന് രണ്ട് ഒന്ന് ക്യാമറ ഓൺ ആക്കുമ്പോ അപ്പയാള് തുടങ്ങുന്നു. ആ സർ കേറണ ഞങ്ങക്ക് കരച്ചിലൊന്നുമില്ലേ? കരച്ചിലൊന്നുമില്ലേ? നീ ഇപ്പൊ ഇല്ലേ എനിക്ക് ഇവിടെ ആക്ഷൻ അല്ല പറയാൻ ആളുണ്ട്. അപ്പൊ മാച്ച് കഴിഞ്ഞ് ആക്ഷൻ. അപ്പൊ ഗൈസ് നമ്മുടെ ബ്ലോഗെല്ലാം അങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഏകദേശം 4 മണിയായിട്ടോ. ഇനിയിപ്പോ അത്താഴം കഴിക്കണം. കഴിഞ്ഞ് ഷൂട്ട് അത്യാവശ്യം കഴിഞ്ഞ് കുറച്ചെന്തോ ഭാഗം അവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഞാനുള്ള പോർഷനൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ ഫുഡ് കഴിച്ച് റൂമിലേക്ക് ചെല്ലണം. ഓക്കെ, അങ്ങനെ ഷൂട്ട് കഴിഞ്ഞു ഗൈസ്. പാക്ക് പഠിച്ച് എല്ലാരും പോയിട്ടോ. നമ്മളെ ഗ്രൗണ്ട് തന്നെ ഓഫായി. അതിൻ്റെ ഇടയ്ക്ക് ഈ വണ്ടി ഒന്ന് ഓഫായി പണി കിട്ടിയിരുന്നു. അന്ന് തള്ളി നീക്കി സെറ്റാക്കി വന്ന് ഇനി നമ്മുടെ ലേസി മാനിൽ കയറി ഒരൊറ്റ പോക്ക. എന്റെ പൊന്ന് സഹോ, വർക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് കുറെ പ്രശ്നം നടന്ന വർക്കാട്ടാ. അത് ഞാൻ പറയുന്നില്ല. മരിച്ചാടാ? മരിച്ചാ? ശരിക്കും ഭയങ്കരമായൊരു വർക്കായി പോയി. ഞങ്ങള് ഫുഡ് കഴിച്ചിട്ടില്ല, അറിയോ? ഇല്ലണം നോമ്പ് തുറന്ന് ആ ഒരു നോമ്പ് തുറക്കുമ്പോണ്ടായിരുന്ന വിഭവത്തിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല. അതന്നെ 6 മണിയായി. അങ്ങനെ 6 മണിയല്ല, എത്രടാ, 4 സംതിങ് ആയി. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങാം. അപ്പൊ ഗൈസ്, എൻ്റെ ഈ വർക്ക് ഈ വർക്ക് അടുത്ത് പെരുന്നാളിനെന്ന് തോന്നുന്നു റിലീസ് ഉണ്ടാവും. ഷാദി കി റാത്ത് എന്നാണ് ആൽബത്തിന്റെ പേര്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. എന്താ ഷർട്ടൊക്കെ മണ്ണ് പിടിച്ച്, എന്തായാലും സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കാര്യങ്ങളാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ നിൽക്കണം. അപ്പോൾ സുലൈ.